2024 അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ 2024 ഹിറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെല്ലാം കാണുവാൻ സാധിക്കുന്നൊരു കോമൺ ഫാക്ടറുണ്ട്. ആ പേരാണ് നടൻ ജഗദീഷ്. ഫാലിമിയും നേരും പുരുഷപ്രദവുമൊക്കെയായി ജഗദീഷ് ഗിയർ മാറ്റിയ വർഷമായിരുന്നു 2023. 10 സിനിമകളാണ് ജഗദീഷിൻ്റെതായി 2023 എത്തിയത്. ജഗദീഷ് 2.0 എന്ന് സിനിമാ ലോകവും ആരാധകരും പേരിട്ട കാലഘട്ടം. 2023 ജഗദീഷ് 2.0യുടെ തുടക്കമായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ അതിൻ്റെ പീക്കിലേക്ക് എത്തിയ വർഷമായിരുന്നു 2024. മികച്ച കഥാപാത്രങ്ങളിലൂടെ തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷമായിരുന്നു ജഗദീഷിന് 2024. 2024 ജഗദീഷിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്തിയത് 7 സിനിമകളായിരുന്നു. അതിൽ ഒരെണ്ണം പോലും തിയേറ്ററിൽ പരാജയപ്പെട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വർഷത്തെ തന്നെ ആദ്യ ഹിറ്റായ എബ്രഹാം ഓസ്ലറിലായിരുന്നു തുടക്കം. ചിത്രത്തിൽ വേറിട്ട വില്ലൻ വേഷത്തിലെത്തി ജഗദീഷ് കൈയ്യടി നേടുകയും ചെയ്തു. ജയറാമിൻ്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം. പിന്നെ ജഗദീഷിനെ നമ്മൾ കണ്ടത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിലാണ്. പൃഥ്വിരാജിൻ്റെയും അനശ്വര രാജൻ്റെയും അച്ഛൻ വേഷത്തിൽ എത്തിയാണ് അദ്ദേഹം ചിത്രത്തിൽ അഭിനയിച്ചത്. സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു. ബേസിൽ ജോസഫും നിഖില ഉമലുമായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. വീണ്ടും ഒരു അച്ഛൻ വേഷവുമായി വാഴയിലാണ് ജഗദീഷ് പിന്നീട് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ഒരു പറ്റം യുവതാരങ്ങളെയും പുതുമുഖങ്ങളെയും വെച്ചൊരുക്കിയ വാഴ വലിയ വിജയമായി മാറുകയും ചെയ്തു. 2024 സർപ്രൈസ് ഹിറ്റുകളിലൊന്നായിരുന്നു വാഴ. അച്ഛൻ വേഷത്തിൽ നിന്നും മാറി നായകൻ്റെ മെൻറ്റർ വേഷത്തിലാണ് ജഗദീഷിനെ പിന്നെ നമ്മൾ കണ്ടത്. ടൊവിനോ നായകനായ അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ഈ സിനിമയും വലിയ ഹിറ്റായി മാറി. ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു കിഷ്കിന്ധാകാന്ഡത്തിലെ വേഷം. മദ്യപാനിയായ കഥാപാത്രമായി ജഗദീഷ് നിറഞ്ഞാടി. സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും നിർണായകമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. കുറച്ച് ഗൗരവമുള്ള വേഷങ്ങൾക്ക് ശേഷം അടിമുടി കോമഡി സിനിമയായ ഹലോ മമ്മയിലാണ് പിന്നീട് നമ്മൾ ജഗദീഷിനെ കണ്ടത്. ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയും പ്രധാന വേഷങ്ങളെത്തിയ ഈ ഒരു സിനിമയിൽ ജഗദീഷിൻ്റെ അച്ഛൻ വേഷവും കൈയ്യടി നേടിയെന്ന് പറയാം. വില്ലനിൽ നിന്നും ആരംഭിച്ച 2024 ജഗദീഷ് അവസാനിപ്പിക്കുന്നു വില്ലനിൽ തന്നെയാണ്. ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോയിലെ ക്രൂരനായ വില്ലനായി ജഗദീഷ് കൈയ്യടി നേടുകയാണ്. അങ്ങനെ ആ ഒരു ക്രൂരനായ വേഷത്തോടുകൂടി ജഗദീഷ് 2024 വിട പറയുകയാണ്. ഇതുവരെ ചെയ്യാത്ത ഒരു സൈക്കോ കഥാപാത്രമായി ആ ഒരു കഥാപാത്രം OTT-യിലെത്തുമ്പോൾ അതിൻ്റെ ക്രൂരതകൾ ഇനിയുമുണ്ട് എന്നാണ് ജഗദീഷ് തന്നെ പറയുന്നത്. നാളിതുവരെ കാണാത്ത അത്ര വില്ലത്തരവുമായിട്ടാണ് ജഗദീഷ് മാർക്കോയിലെത്തിയിരിക്കുന്നത്. ചിത്രം ആദ്യ ദിവസം തന്നെ വലിയ സ്വീകരണമാണ് നേടിയത്. വലിയ ഹിറ്റ് ചാർട്ടിലേക്ക് സിനിമ പോവുകയും ചെയ്തു. ഇക്കൊല്ലത്തെ ക്രിസ്മസ് മാർക്ക് എടുക്കുമ്പോൾ വില്ലനായി ജഗദീഷും കൈയ്യടി നേടുകയാണ്. അങ്ങനെ 2024 അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റാകുന്ന നടനായി ജഗദീഷ് മാറുകയും ചെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ശക്തമായിട്ടാണ് ജഗദീഷ് തിരികെ വന്നിരിക്കുന്നത്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടേക്കാവുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് മാറി പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഗംഭീര പ്രകടനങ്ങളാണ് ജഗദീഷ് വിവിധ സിനിമകളിലൂടെ കാഴ്ചവെച്ചത്. 2025 വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി തന്നിലെ നടനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജഗദീഷിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.